വമൻ ഗശ്ശന, ആര് നമ്മെ ചതിച്ചുവോ, ആര് നമ്മോട് വഞ്ചന കാണിച്ചുവോ, ഫലൈസ മിന്നാ, അവനും നമ്മിൽപ്പെട്ടവനല്ല. അത് ആയുധമേന്തുന്ന അതേ കാര്യത്തോട് ഒരു ചതിയുടെയും വഞ്ചനയുടെയും ഏറ്റവും പ്രകടമായ മേഖല പലപ്പോഴും ഉണ്ടാകാറുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യത്തെ അതാണെന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് ആളുകളെ ചതിക്കുന്ന വ്യാപാര രംഗമാണ്. ഇത് വിശദീകരിച്ചിടത്തൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒന്ന് സമനുസ്സലത്തുമായിട്ട് ഒരു ചരക്കിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ചതി. കസ്റ്റമറുടെ മുമ്പിൽ കളവ് പറയുന്നു, വമ്പിച്ച റിഡക്ഷൻ, ബിഗ് സെയിൽ എന്നൊക്കെ പറയുന്നു. 60 ദിർഹമിന് ഇപ്പോൾ കിട്ടും 100 രൂപയുടെ വസ്തു എന്ന് പറയും. ഫലത്തിൽ അതിൻ്റെ വില എത്ര ഉണ്ടാവുള്ളൂ? 60. ബിഗ് സെയിൽ ഇടുന്നതിൻ്റെ മുമ്പ് അതവിടെ എഴുതി വെക്കും 100. 100 ഇൻറ്റു വെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്തും ഇപ്പോൾ 60. ഇത് പറ്റിക്കപ്പെടുകയാണ്. അതിനെപ്പറ്റി അറിയാത്തവനെ കാണുമ്പോൾ കണ്ടോ, 100 രൂപ വെട്ടിയിട്ടാണല്ലോ 60 ഇട്ടിട്ടുള്ളത്. 40% റിഡക്ഷൻ, ബിഗ് സെയിൽ, വമ്പിച്ച ആദായ വിൽപ്പന. ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല, നമ്മളൊക്കെ ഇതിൻ്റെ ഇരകളാണ്. വേട്ടക്കാർ ഒരു വശത്തുണ്ട്, ഇരകൾ വേറൊരു വശത്തുമുണ്ട്. ഇതൊക്കെ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മെയ്ഡ് ഇൻ പറഞ്ഞിട്ട് വഞ്ചിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും ഉന്നതമായ ഏതാണോ ആളുകൾക്ക് നല്ല താല്പര്യമുള്ളതെങ്കിൽ ഇത് ജപ്പാൻ്റെ സാധനമാണ്, അല്ലെങ്കിൽ ജർമ്മനാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേര് പറയും. നമുക്കെന്താ താല്പര്യം എന്നുണ്ടെങ്കിൽ അതവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ പറയും. സാധനത്തിൻ്റെ ഉള്ളിലൊക്കെ പാർട്സുകളും അതിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെതുമായിരിക്കും. ചതിയാണ്, നല്ല ചതിയാണ് അവിടെ നടക്കുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, മറ്റേതെങ്കിലും വസ്തുക്കളൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്ലഗിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർക്ക് ഉണ്ടാവും. പിന്നല്ല, വിറ്റ സാധനം തിരിച്ചെടുക്കുന്നതല്ല, ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. ഇത് ഈ മേഖല ഇന്ന് ധാരാളമാണ്. റിഷ്, അൽ റിഷ്, ഗശ്ശ മൻ ഗശ്ശന, നമ്മെ ആര് ചതിച്ചുവോ ഫലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അതേത് മേഖലയിലും നടക്കും. ഇത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ തിബിൻ്റെ മേഖല പറയുന്നുണ്ട്. ഓരോന്നും നമുക്കിങ്ങനെ വിശദീകരിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് നമ്മളോട് വിഷമാവും. എല്ലാ മേഖലയിലും ഉണ്ടെന്ന് കൂട്ടിക്കോളി. മെഡിക്കൽ മേഖലയിൽ, മെഡിസിൻ്റെ മേഖലയിൽ, ഹോസ്പിറ്റലുകളിൽ, ഓപ്പറേഷൻ തിയേറ്ററുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഡെൻ്റൽ മേഖലയിൽ എന്താണ് അവിടെ നടക്കുന്നത്, ഏത് സാധനമാണ് ഫിറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ഡോക്ടർമാരുടെ അടുത്തൊരു വേദനയായിട്ട് എത്തുമ്പോൾ പറയും, നിങ്ങൾ എത്തിയത് കറക്റ്റ് സമയത്താണ്, 5 മിനിറ്റ് വൈകിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരേണ്ടിയിരുന്നില്ല. അപ്പോൾ ബേജാറായി. ഇപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാണ് പറയാം. കുടുംബങ്ങൾ ഇങ്ങനെ പുറത്ത് വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യണം. എന്താ വേണ്ടത് ഉടനെ പറഞ്ഞോളിയും. ജർമ്മൻ്റെ സാധനമാണെങ്കിൽ 2 ലക്ഷം വരും, മറ്റേതാണെങ്കിൽ 1.5 വരും, താഴ്ന്ന ഗ്രേഡിലാണെങ്കിൽ 75 വരും. ഏതാ വേണ്ടതെന്ന് 5 മിനിറ്റ് കൊണ്ട് തീരുമാനമായിട്ടില്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് സംഗതി നടക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറയും. എന്താണ് ഈ പുറത്ത് കാത്തു നിൽക്കുന്ന ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന ആളെന്താ ചെയ്യുക? അയാൾ ബേജാറാവും. ഇതൊക്കെ നമ്മളെ അനുഭവങ്ങളല്ലേ. ആൾ ബേജാറാവാണ്. പിന്നെ അന്വേഷിക്കാനൊന്നും സമയമില്ല. ഇത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും കളിക്കണ്, ജീവൻ കൊണ്ടായി കളിക്കണ്. നിങ്ങൾ ഒരുപാട് നേരം ചർച്ച ചെയ്യാനൊന്നും നേരല്ല, 5 മിനിറ്റ് സമയം തരാൻ നിങ്ങൾ ആലോചിച്ചോളി എന്ന് പറയും. ഈ സാധുക്കൾ പുറത്ത് നിൽക്കുന്നവർ 2 ലക്ഷത്തിൻ്റെ സ്റ്റണ്ടാണ് ഇടേണ്ടത്, മറ്റേ 1.5 ഇടേണ്ടത്, 75ൻ്റെ ഇടുന്നത്, ജപ്പാൻ്റെ ഇടുന്നത്, അമേരിക്കൻ്റെ ഇടുന്നത്, ഏതാണുള്ളത്? ഇവനോട് എന്ത് കൺഫ്യൂഷനാണ്. മൻ ഗശ്ശന ഫലൈസ മിന്നാ. ചതി നടക്കുന്ന മേഖലയാണ്, വൻ വ്യവസായ മേഖലയാണ്, ചതിയുടെ മേഖലകളാണ്. ചതിയും വഞ്ചനയും ഇല്ലാത്ത മേഖലകൾ, അതിന്ന് മെഡിക്കൽ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും അതിൻ്റെ ഏതെല്ലാം കച്ചവടങ്ങളിലാണെങ്കിലും, പിന്നെ ടെക്സ്റ്റൈൽസ് വ്യാപാരത്തിൻ്റെ വസ്ത്ര മേഖലയിലാണെങ്കിലും, ഏതൊക്കെ കാർ വിൽപ്പനയുടെ ഷോറൂമുകളിലൂടെ, ഗാരേജുകളിൽ സാധനങ്ങൾ, പാർട്സുകൾ മാറ്റിയെടുക്കുന്ന, സ്പെയർ പാർട്സുകൾ മാറ്റുന്ന ഇടങ്ങളിൽ എന്താണ് വെച്ചത്, എന്താ ഫിറ്റ് ചെയ്തതെന്ന് നമുക്കതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ, അത് അല്ല, അങ്ങനെ അല്ല എന്ന് പറയാനറിയോ, അങ്ങനെ ആണെന്ന് പറയാനറിയോ? അവരെന്താ പറഞ്ഞത് അത് പറയാ, അതിൻ്റെ പേ ചെയ്യുക, അങ്ങനെ ആണെന്ന് വിശ്വസിച്ച് പോരുക. അതൊക്കെ ഈ ലോകത്ത് നടക്കും. പക്ഷേ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ അതവിടെ രേഖയായി. ഞാൻ ചതിക്കപ്പെട്ടോ അതവിടെ രേഖയായി. എന്നെ ആരെങ്കിലും ചതിച്ചോ അതവിടെ രേഖയായി. ഈ ലോകത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചതിക്കപ്പെട്ടോ ചതിക്കപ്പെട്ടു, ചതിച്ചോ ചതിച്ചു. പക്ഷേ പരലോക കോടതിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയണം, മൻ ഗശ്ശന, നമ്മെ വഞ്ചിച്ചവൻ ഫലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. മുസ്ലിമാകാൻ യോഗ്യനല്ല. അതുകൊണ്ട് കാഫറൊന്നും ആവില്ല, പക്ഷെ അവൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല.